പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നും വന്നേക്കും തന്നെ ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാവരും തൃപ്തിപ്പെടുത്തണം. മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് മക്കളെ എന്നും സന്തോഷത്തോടെ അവരെന്നും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ മാതാപിതാക്കന്മാർ തങ്ങളുടെ സുഖജീവിതങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവർ തങ്ങളുടെ ജീവിതം എപ്പോഴും ഹോമിക്കുകയാണ്, ബലിയായി തീർക്കുകയാണ്. ദൈവം തമ്പുരാൻ എങ്ങനെ നമ്മളെ കരുതി ഈ ഭൂമിയിൽ കൊണ്ടു നടക്കുന്നുവോ, എങ്ങനെ എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തീർന്ന് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നുവോ, അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ, കരുതുന്നവരെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒത്തിരി പരിശ്രമിക്കുന്നു. ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവക പള്ളിയിൽ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ ആ ഇടവക ജനത്തിന് എന്നും തൃപ്തി ഉണ്ടാകണം, അവരെന്ന് സന്തോഷിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും തൻ്റെ കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കന്മാർ, സഹോദരങ്ങളാണെങ്കിൽ അവരെല്ലാവരും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചുമല്ലേ നമ്മളെല്ലാം ജീവിതം കൊണ്ടുപോകും എന്ന് യേശുക്രിസ്തു നമ്മോട് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബി, ഗുരോ, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു ഇങ്ങനെ പറയുകയാണ്. കർത്താവ് പ്രതിവചിച്ചുകൊണ്ട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. യേശുക്രിസ്തു പറയുകയാണ് നമ്മളോട്, അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്, മറിച്ച് അപ്പം ഭക്ഷണം കഴിച്ചാൽ തൃപ്തിപ്പെടുത്തിയത് നീ അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുക. അപ്പോൾ യേശുക്രിസ്തു പറയും, ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് അപ്പം ഭക്ഷിക്കുക, അല്ലെങ്കിൽ അപ്പം ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് രുചികരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എത്ര കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ ഈ ഭൂമിയിൽ അസാധ്യമാണ്. പ്രിയമുള്ളവർ, നിങ്ങൾ ചിന്തിച്ച് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വ്യക്തിക്ക് ഒത്തിരി സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കുക. അവൻ്റെ ആവശ്യ സമയത്ത് നമ്മൾ സഹായിച്ചു, അവൻ ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ പൈസ കൊടുത്തു. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും തൃപ്തിപ്പെട്ടവരെ നിങ്ങളുടെ എണ്ണത്തിൽപ്പെടുത്താൻ പറ്റുമോ? ഒരു പ്രാവശ്യം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് എതിരായിത്തീരും. ഇനി മറ്റു പലതും നിങ്ങൾ കൊടുത്തു നോക്കുക, സ്ഥാനം നിങ്ങൾ കൊടുത്തു നോക്കുക. സ്ഥാനം കൊടുത്ത് തൃപ്തിപ്പെടാത്ത എത്ര ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്തെല്ലാം സ്ഥാനങ്ങൾ നമ്മൾ നേടിയിട്ടും നമ്മളൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. ഇനി വേറെ എന്തെങ്കിലും പണം കൊണ്ടും അതുപോലെ പാണ്ഡിത്യം കൊണ്ടും നിങ്ങൾ ഈ ഭൂമിയിൽ നേടാവുന്ന മുഴുവൻ പാണ്ഡിത്യം നേടിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ ആരും സാറ്റിസ്ഫൈഡ് അല്ല. ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ഇനിയും ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറേറ്റും ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇനി അതിനും മുകളിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് നേടാൻ സാധിക്കുമോ എന്ന് ആഗ്രഹിക്കുന്നവരാണ് പല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തൃപ്തിപ്പെടുത്താനോ തൃപ്തി അടയാനോ സാധിക്കാത്ത ആളുകളാണ്, മനുഷ്യ ജീവിതങ്ങളാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. യേശുക്രിസ്തു പറയാം, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒറ്റ കാര്യം എന്താണ്? അപ്പം ഭക്ഷിക്കുക. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് രുചികരമായ ഒരു ഭക്ഷണം കൊടുത്താൽ അത് മതിയാവോളം കഴിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയും. ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറയുന്ന ഏകൊരു അവസ്ഥ, തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുന്നത് അപ്പം മാത്രമാണ്, ഇത് ഭക്ഷണം മാത്രമാണ്. നമുക്ക് മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ 2 തരം ഭക്ഷണമുണ്ട്. നമ്മൾ ഏത് ഭക്ഷണത്തിനാണ് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 2 തരം ഭക്ഷണം, ഒന്ന് ആത്മീയ ഭക്ഷണമാണ്, 2 ഭൗതികമായ ഭക്ഷണമാണ്. എന്ന് വെച്ചാൽ നാച്ചുറൽ മീലുണ്ട്, സ്പിരിച്വൽ മീലുണ്ട്. നമുക്കറിയാം നാച്ചുറൽ മീൻ എന്താണെന്ന് നമുക്കറിയാം, നമ്മളായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രുചികരമായ ഭക്ഷണമാണ്. എന്താണ് സ്പിരിച്വൽ മീൽ എന്ന ആത്മീയമായ ഭക്ഷണം എന്താണ്? ഇവിടെ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അതിന് 4-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പറയുകയാണ്, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശു ക്രിസ്തുവിനെ
ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചുകൊണ്ടുപോയി. യേശുക്രിസ്തു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക. അവൻ പ്രതിവച്ചു. യേശുക്രിസ്തു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് സാധാരണ അപ്പം കൊണ്ട് മാത്രമല്ല പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, വചനം. അപ്പോൾ ഈ ഭൂമിയിൽ 2 തരം ഭക്ഷണം നമുക്ക് രുചികരമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഒന്ന് ഞാൻ പറഞ്ഞു, എന്താണ്? ഭൗതികമായ ഭക്ഷണം, നമ്മൾ ഉണ്ടാക്കുന്ന രുചികരമായ ഭക്ഷണം. 2 ആത്മീയമായ ഭക്ഷണം. അത് പിതാവിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വചനമാണ്, വാക്കാണ്. അപ്പോൾ ആ വാക്കിന് അല്ലെങ്കിൽ ആ അപ്പത്തിന് വേണ്ടി ദാഹിക്കുന്നവരായി നമ്മൾ മാറണം. നമുക്കിന്ന് തൃപ്തിപ്പെടാൻ സാധിക്കാത്ത ആ മേഖലയിലാണ് പ്രിയമുള്ളവർ. നമ്മൾ രുചികരമായ ഭക്ഷണം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നെന്നിരിക്കട്ടെ, നമ്മൾ എന്തുമാത്രം ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്, എത്ര രുചികരമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ വീണ്ടും അതിനകത്ത് എന്തെല്ലാം ചേരുവകൾ ചേർത്ത് അവനെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ വ്യക്തിയെ എന്നും എൻ്റെ ഭവനത്തിൽ വന്നു നല്ല ഭക്ഷണമാണെന്ന് പറയുവാൻ നമ്മൾ എന്തുമാത്രം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ആത്മീയ ഭക്ഷണത്തിന് നമ്മൾ എവിടെയെങ്കിലും ഒരുങ്ങുന്നുണ്ടോ പ്രിയമുള്ള? അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഭക്ഷണം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഭൗതികമായ ഭക്ഷണത്തിന് ഞാൻ പലപ്പോഴും ഒത്തിരി ആഗ്രഹിച്ച്, എനിക്കൊരു പക്ഷേ ഹോട്ടലിൽ പോയാൽ നല്ല ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും. എന്നാൽ ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്ക്, വചനം, അത് സ്വീകരിക്കുവാൻ തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ഒരുക്കമാണ് ഞാൻ ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ പറഞ്ഞ ആമോസ് പ്രവാചകൻ പറയാണ് 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം പറയാം, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാനൊരു ക്ഷാമം ഈ നാളുകളിൽ ഞാൻ അയക്കുന്നു. ഭക്ഷണക്ഷാമമല്ല, ദാഹജനത്തിനുള്ള വരുതിയല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് പ്രിയമുള്ള. നമ്മളെല്ലാം ഈ മഹാമാരിയുടെ കാലഘട്ടം ലോക്ക്ഡൗൺ ആയിരുന്നു. അനേകം ആതുര സേവന കേന്ദ്രങ്ങളെല്ലാം ഭക്ഷണപ്പൊതിയായിട്ടും അല്ലെങ്കിൽ ഭക്ഷണമായിട്ടും ഒത്തിരി സഹായങ്ങൾ ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളറിയാം, പത്രവാർത്തകളിലും സോഷ്യൽ മീഡിയകളിലെല്ലാം, ന്യൂസിലെല്ലാം, വാർത്താ ചാനലുകളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ്, അനേകം ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി മൂലം, അതുപോലെ തന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഒരു നേരത്തെ ആഹാരം ലഭിക്കാതെ വന്ന അനേകം ആളുകളുണ്ട്. പ്രത്യേകിച്ച് COVID-19 എന്ന രോഗം പിടിപെട്ട് പുറത്തിറങ്ങാൻ സാധിക്കാതെ ക്വാറന്റൈനിലിരുന്ന സമയത്ത്, ആരും തന്നെ സഹായിക്കാനില്ലാത്ത സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ച അനേകം വ്യക്തികളുണ്ട്, അനേകം സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാം ഈ സമയം നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവിടെ ഒന്നും നമുക്ക് ഈ ഭൗതികമായ ഭക്ഷണത്തിന് ക്ഷാമം ദൈവം വരുത്തിയില്ല. പക്ഷേ യഥാർത്ഥമായ ഭക്ഷണക്ഷാമം ദൈവം വരുത്തുകയാണ്. എന്താണ്? എനിക്കത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടോ? ഞാൻ ആത്മീയമായ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രമാണ് ഞാൻ ഒരുങ്ങിയിട്ടുള്ളത്? ഈ ഭൂമിയിൽ 2 തരം ഭക്ഷണം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ചില വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് അവിടെ. അവന് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശപ്പ് അടക്കാൻ പറ്റില്ല. എനിക്ക് ചിലരൊക്കെ നമ്മൾ കളിയാക്കി പറയാം, എനിക്ക് ചില അസുഖം, എന്താണ് വിശപ്പിൻ്റെ അസുഖമുള്ളവനാണ് ഞാൻ എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വചനം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ആ വചനം ദൈവമാണെന്നാണ് പറയുന്നത്. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമാകുന്ന ദൈവത്തെ സ്വന്തമാക്കാനുള്ള മനസ്സ് ഇന്ന് ഈ ഭൂമിയിൽ പലരിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ് പിശാച്. അതൊരു തന്ത്രമായി, ഒരു കുടില തന്ത്രമായി നമ്മളെ വേട്ടയാടുന്നുണ്ട് ഈ ഭൂമിയിൽ. അതുകൊണ്ടാണ് വചനം സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യ ഹൃദയങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അത് ഛേദനയിലും
ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നുമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഹൃദയങ്ങളെയും അതുപോലെ തന്നെ ഹൃദയ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയാൻ കഴിവുള്ള വചനത്തെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതല്ല ആമോസ് പ്രവാചകൻ പറഞ്ഞു, ഈ ക്ഷാമം ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വചനത്തിൻ്റെ ക്ഷാമമാണ് പ്രിയമുള്ളവർ ഇന്ന് ഈ കാലഘട്ടം വേട്ടയാടുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന എന്തിനൊക്കെയോ വേണ്ടി ഞാൻ ഓടുന്നുണ്ട്, എന്തിനൊക്കെയോ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന എൻ്റെ എഫേർട്ട് പലപ്പോഴും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ല തരുന്നത്. ഞാൻ പലപ്പോഴും നിരാശനായി പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഒരു സംതൃപ്തി കിട്ടാതെ ഒരു ആകുലതയും വിഷമവും എന്നെ വേട്ടയാടുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കണ്ടെത്തിയ മാർഗങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഞാൻ ഈ ഭൂമിയിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കണ്ടെത്തിയ ഈ ഭൂമിയുടേതായ പലതുമുണ്ട്. പലപ്പോഴും ചില പാപങ്ങളെയാണ് ഞാൻ താലോലിക്കുന്നത്. അതെനിക്ക് സംതൃപ്തി തരുമെന്ന് ചിന്തിച്ചാണ് ഞാൻ പോയത്. ആദ്യകാലങ്ങളൊക്കെ നമുക്കൊരു സുഖം കിട്ടി. പക്ഷേ പിന്നീട് എൻ്റെ മനസ്സിനും എൻ്റെ ഹൃദയത്തിനും എൻ്റെ ശരീരത്തിനും അത് വേദനയായി മാറിത്തുടങ്ങി. അപ്പോൾ അതും നമുക്ക് എന്ത് തരുന്നില്ല? എൻ്റെ ജീവിതത്തിൽ എന്നെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് ഒരു മാർഗം കണ്ടെത്തി തരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തൃപ്തി അടയാൻ വേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും ലൗകികമായ അൽമായ വ്യക്തികളുടെ ജീവിതത്തിലാണെങ്കിലും ആരുടെ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾ സന്തോഷമായി സമാധാനത്തോടുകൂടെ ഒരു ഹാർമണി നമ്മൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എനിക്ക് മറ്റുള്ളവരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, എനിക്ക് എൻ്റെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ, എൻ്റെ മക്കളെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ അപ്പം ഭക്ഷിച്ചതുകൊണ്ടാണ് എന്നെ അന്വേഷിച്ചത്. നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനമനുസരിച്ച് നിങ്ങൾ തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഏത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലാറുണ്ട്. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപ്പോസ്തലന്മാർ ഇരുത്തി പഠിപ്പിച്ച പ്രാർത്ഥന. അപ്പോസ്തലന്മാർ യേശുക്രിസ്തു ചോദിച്ചു, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഇരുത്തി പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ എന്താ പറയുക? അന്നന്ന് വേണ്ടുന്ന അപ്പം ഞങ്ങൾക്ക് തരയണമെന്നാണ്. നമ്മൾ അന്നന്ന് വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി മാത്രമാണോ പ്രിയമുള്ളവരെ നമ്മൾ അന്വേഷിക്കുന്നത്? നമ്മൾ ജീവിക്കാൻ അതിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. നമ്മൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയെടുക്കാവുന്ന അപ്പത്തിന് വേണ്ടി നമ്മൾ ഓടുകയാണ്. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, അന്നന്ന് വേണ്ടുന്ന അപ്പം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി. കാരണം ഇന്ന് മാത്രമേ എനിക്കുള്ളൂ, നാളെ എൻ്റെ ജീവിതത്തിലില്ല. നാളെ എനിക്ക് ഉണ്ടെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഇന്ന് എനിക്ക് ജീവിക്കാൻ ദൈവം ഈ നിമിഷം, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വചനം പറയാൻ തന്നിരിക്കും, ഇന്ന് മാത്രമേ എനിക്കുള്ളൂ. ഈ ഇന്ന് എനിക്ക് ആവശ്യമായി തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളാണ് ഓരോ ക്രൈസ്തവരും. പക്ഷേ നമുക്ക് തൃപ്തിപ്പെടാൻ സാധിച്ചോ? നമ്മൾ സന്തോഷവാനാണോ? ഇല്ല. അതിന് കാരണം നമ്മളിപ്പോഴും ഭൗതികമായ അപ്പത്തിൻ്റെ പുറകെയാണ്, ഭൗതികമായ നേട്ടങ്ങളുടെ പുറകിലാണ്, ഭൗതികമായ സ്ഥാനമാനങ്ങളുടെ പുറകിലാണ്. മറിച്ച് ആത്മീയമായ സ്ഥാനമാനങ്ങളും ആത്മീയമായ കാര്യങ്ങളും ഞാൻ നേടാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എഫേർട്ടാണ് പ്രിയമുള്ളവരെ എന്നെ തൃപ്തിപ്പെടുത്തുന്നത്. ഞാനൊരു ആത്മാവിനെ നേടാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തി രക്ഷപ്പെടണമെന്ന മാർഗത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചും ബലിയർപ്പിച്ചും ആ വ്യക്തിയുടെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ടുണ്ടല്ലോ, നാളെ ആ വ്യക്തി പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പറയുകയാണ്, ഞാൻ ഇനി ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയുള്ളൂ. അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സംതൃപ്തി ദൈവത്തിൻ്റെ അപ്പമാണത്. ദൈവം വചനം കൊടുത്ത ഒരു വ്യക്തിയെ എനിക്ക് വീണ്ടെടുക്കാൻ സാധിച്ചാൽ അതാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ സംതൃപ്തി നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ മക്കൾ
വഴിതെറ്റിപ്പോകുമ്പോൾ, കൽപ്പന ലംഘിച്ച് പാപത്തിലേക്ക് പോകുമ്പോൾ അപ്പനെയും അമ്മയും വിളിച്ചിരുത്തിക്കൊണ്ട്, മോനെ മോളെ നീ പോകുന്ന വഴി ശരിയല്ല, അത് ദൈവത്തിൽ നിന്നും അകന്നതാണ്, ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിച്ച് വളർത്തുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞങ്ങൾ പാലിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ വഴിയെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ഇങ്ങനെ ചെയ്യാമോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തൻ്റെ ഹൃദയം വേദനിക്കുകയും കണ്ണിൽ നിന്ന് കണ്ണീര് വരികയും ചെയ്യുന്ന മക്കൾ പിന്തിരിഞ്ഞു വന്ന് മക്കൾ അപ്പനോടും അമ്മയോടും ക്ഷമ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് പ്രിയമുള്ളവരെ ആത്മീയ ഭക്ഷണം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ രാവും പകലും ഈ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്ന ഇന്നത്തെ ഈ ജങ്ക് ഫുഡുണ്ടല്ലോ, പിസ്സയും അതുപോലെ തന്നെ ബർഗറും പിന്നെ കുഴിമന്തിയും പിന്നെ അൽഫാമും തുടങ്ങിയ ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ അത് കഴിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കി പറയുന്ന താങ്ക് യു പപ്പ, ലവ് യു പപ്പ, മമ്മി താങ്ക് യു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി അതല്ല പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് നീ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനോട് പറയണം, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, നീ സമയത്തിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, നീ പള്ളിയിൽ പോകണം, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം, കൂദാശകൾ സ്വീകരിക്കണം. ഇത് പറയുമ്പോൾ അതനുസരിക്കുന്ന കുഞ്ഞാണെങ്കിൽ അതിൽ നിന്ന് നേടുന്ന സംതൃപ്തിയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ അപ്പം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ അപ്പം സ്വീകരിക്കുവാനുള്ള മനസ്സ്, അതുകൊണ്ടല്ലേ കർത്താവ് തൻ്റെ ശരീരം ഒരപ്പത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്നത്. അവൻ എടുത്തു പറഞ്ഞില്ലേ, അപ്പോസ്തലന്മാർ വിളിച്ചിരുത്തിയിട്ട് ഇത് ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സഹീയോൻ മാളികയിൽ അപ്പോസ്തലന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ട് മർക്കോസിൻ്റെ മാളികയിൽ അവൻ എടുത്തു പറഞ്ഞു, ഒരു അപ്പം എടുത്തു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. അതുകൊണ്ടല്ലേ യേശുക്രിസ്തു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സംതൃപ്തി അല്ലാതെ പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ വേറൊന്നുമില്ല. അപ്പം കഴിച്ചാണ് നിങ്ങൾ തൃപ്തിപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വന്നത്, അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരപ്പമായി തീർന്നത്. അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഇതാ ആ മുന്തിരിച്ചാറെടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ അനുഭവിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നിൽ ജീവിക്കും. ഇത് സഭയ്ക്ക് മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രിയമുള്ളവർ ഓരോ ദിവസവും ഈ സഭ ബലിയർപ്പിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും യേശുക്രിസ്തു ഇറങ്ങി വന്ന് ഞാൻ ജീവനുള്ള അപ്പമാണെന്ന് ഒരു ഗോതമ്പ് അപ്പത്തിലൂടെ നമ്മുടെ വായിൽ വെച്ച് തരുമ്പോൾ അത് സ്വീകരിച്ച് തൃപ്തിപ്പെടുന്ന ക്രൈസ്തവനാണ് പ്രിയമുള്ളവർ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ക്രിസ്തു കാണുന്ന അല്ലെങ്കിൽ ദൈവം കാണുന്ന ദൈവ സങ്കല്പത്തിലുള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്നു. അങ്ങനെ ആകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ഏത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഓടുന്നത്? സ്ഥാനമാനങ്ങളുടെ പുറകെയാണോ ഞാൻ പോകുന്നത്? അതോ മറ്റു പലതും നേടിയെടുക്കാൻ, പണം കൊണ്ട് നേടിയെടുക്കാവുന്ന പലതും ഞാൻ നേടിയെടുത്തു? നീ തൃപ്തിപ്പെട്ടോ? നീ ഒന്ന് ക്രിസ്തുവിലേക്കൊന്ന് തിരിഞ്ഞേ. നിനക്ക് വേണ്ടി ബലിയായി തീർന്നവൻ, കാൽവരി ക്രൂശിൽ തിരുരക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കാൻ വേണ്ടി, എന്നെ കഴുകി വെടിപ്പാക്കാൻ വേണ്ടി ശരീരം മുഴുവൻ വിണ്ടുകീറിയവൻ, അടിയേറ്റവൻ, തുപ്പലേറ്റവൻ, പരിഹാസപാത്രമായി തീർന്നവൻ, നിന്ദ്യമായ തൂക്കുമരണം വിധിക്കപ്പെട്ടവൻ, ഈ വ്യക്തി അവനിലൂടെ എനിക്ക് രക്ഷയായി മാറുന്ന ക്രിസ്തുവിൻ്റെ വിശ്വാസം അത് നിനക്കുണ്ടോ? നിനക്ക് തൃപ്തിപ്പെടാൻ സാധിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവകൃപ വലിയ നേട്ടമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. ഞാനിനി തൃപ്തിപ്പെടാൻ വേണ്ടി പലതിൻ്റെയും പുറകെ പോയിട്ടുണ്ടെങ്കിൽ, ഒരു ഫോൺ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മക്കൾ സന്തോഷിക്കുമെന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാർ ഏറ്റവും ലേറ്റസ്റ്റായ മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളെല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ അവർക്കത് ദുസ്സഹമായി പുതിയതിലേക്ക് അവർ ശ്രദ്ധ മാറിപ്പോകും. അടുത്ത പുതിയ വേർഷൻസ് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു കാറ് വാങ്ങിച്ചു, ആ കാറ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പുതിയ കാറിൻ്റെ കാണുമ്പോൾ ആ കാറിലേക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോകും. ഇത് സ്വാഭാവികമാണ്. എല്ലാ വ്യക്തികളുടെ ഹൃദയങ്ങളിലും ചിന്തകളും കടന്നു വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്നും മാറാത്തവൻ, എന്നും എനിക്ക് വേണ്ടി ബലിയായി തീർന്നവൻ, അവൻ തൻ്റെ ശരീരവും രക്തവും ഒരപ്പത്തിലേക്ക് വീഞ്ഞിലേക്ക് ഇറങ്ങി വന്ന് ആ അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ ആ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിലൂടെ തൃപ്തിപ്പെടുന്ന ഒരു ക്രൈസ്തവനായിട്ട് നിങ്ങൾ മാറണം പ്രിയമുള്ളവരെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ തൃപ്തിയാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഈ ഭൂമിയിൽ ഞാൻ അനുഭവിക്കുന്ന സാറ്റിസ്ഫാക്ഷനും എൻ്റെ സന്തോഷവും എൻ്റെ സമാധാനവും ക്രിസ്തുവാണ്.
അവനിലൂടെ എനിക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുന്നുവെങ്കിൽ, അവനിലൂടെ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവനിലൂടെ എനിക്ക് മറ്റുള്ള അനേകം ആത്മാക്കൾ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതാണ് പ്രിയമുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ ഈ ഭൂമിയിലെ യാത്രയിൽ, നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന 2 തരം ഭക്ഷണം ഞാൻ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? ഞാൻ എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഭൗതികമായ അപ്പത്തിൻ്റെ പുറകിലാണോ, അതോ ദൈവം പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളായ വചനത്തിന് വേണ്ടിയിട്ടാണോ? ഭൗതികമായ അപ്പത്തേക്കാൾ ഉപരിയായി ഞാൻ ആത്മീയമായ അപ്പത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ആമോസ് പ്രവാചകൻ പറഞ്ഞ ക്ഷാമം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടട്ടെ. കർത്താവിൻ്റെ വചനം എന്ന് നിലനിൽക്കട്ടെ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം എൻ്റെ സന്ധിയിലും മജ്ജയിലും തുളച്ചു കയറട്ടെ, പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഭൗതിക നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഏക ഭക്ഷണം ക്രിസ്തുവാണ്, അത് വചനമാണ്, അവൻ്റെ തിരുശരി രക്തങ്ങളാണെന്ന ബോധ്യം ഓരോ ക്രൈസ്തവനും ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളൊന്ന് വണക്കി ഒന്ന് കർത്താവായ യേശുവേ, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ തൃപ്തി അടയുവാൻ വേണ്ടി, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളും എൻ്റെ ചിന്തകളും കാഴ്ചപ്പാടും നിന്നിലൂടെ മാത്രമായിരിക്കട്ടെ. നീയാണ് എൻ്റെ എല്ലാം. നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ ഈ ഭൂമിയിൽ സാധിക്കില്ല എന്ന ഒരു വിശ്വാസത്തിലേക്ക് എന്നെ വളർത്തണമേ. അനേകം ആയിരങ്ങളുടെ മധ്യത്തിൽ യേശുവാകുന്ന അപ്പമാണ് എന്നെ തൃപ്തിപ്പെടുത്തുമെന്ന് പറയുവാൻ എനിക്ക് അവിടുന്ന് ശക്തി തരണമേ. ആയത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥം അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Everybody